ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2024 മാർച്ച് 5 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്സ് ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ഉത്തരം സഹിതം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കയറി കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കണം. ആകെ സ്കോർ 25ആണ്. ഓരോ ചോദ്യത്തിനും ABCD എന്നീ ഗ്രേഡുകളാണ്. അത് നമ്മളുടെ ആൻസറിനനുസരിച്ച് ABCD ആയിരിക്കും. മുഴുവൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം ശരിയായ മാതൃകയിൽ നൽകിയാലാണ് 5 മാർക്ക് കിട്ടുക. അതിന് A ഗ്രേഡ് ആയിരിക്കും. ഓക്കെ, ഇനി 6 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. ബാക്കിയുള്ള 5 പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാസേജ് തരും. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. പ്രവർത്തനം 1 വായിക്കാം, എഴുതാം. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എനിക്കവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും, അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോവുകയോ? നല്ല കഥ. എവിടേക്ക്? എന്തിന്? ഇനി അഥവാ പോവുകയാണെങ്കിൽ അതോർത്തപ്പോൾ സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കാനുണ്ടായിരുന്നു എനിക്ക്. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ്, ടി പത്മനാഭൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? എൻ്റെ ചെറിയ കണ്ണുകൾ ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലം. അപ്പോൾ ഇത് ഏത് സമയമാണ്, അല്ലെങ്കിൽ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? കണ്ണ്, പ്രഭാതം, കാഴ്ച. അപ്പോൾ വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൂമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ. അപ്പോൾ ഇത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? കണ്ണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്കവരെ വളരെ ഇഷ്ടമായിരുന്നു. അമ്മുക്കുട്ടിയെ, ജാനമ്മ ടീച്ചറെ, വാഴകളെ. ആരെ ഇഷ്ടമായിരുന്നു? ജാനമ്മ ടീച്ചറെ ആയിരുന്നു ഇഷ്ടമായത്. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എന്താണ് വിശ്വസിക്കാതിരുന്നത്? അമ്മുക്കുട്ടി കളവ് പറഞ്ഞത്, ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്, ചുറ്റിനുമുള്ള കാഴ്ചകൾ കണ്ടത്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നതാണ് വിശ്വസിക്കാനത്. അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും എന്ന് ചിന്തിക്കാൻ കാരണം എന്ത്? ജാനമ്മ ടീച്ചറെ ഇഷ്ടമായിരുന്നതിനാൽ, അമ്മുക്കുട്ടിയെ ഇഷ്ടമല്ലാത്തതിനാൽ, മറ്റാരും സ്നേഹിക്കാത്തതിനാൽ. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ജാനമ്മ ടീച്ചറെ ഇഷ്ടമായിരുന്നതിനാൽ. ഇനി അടുത്ത ചോദ്യം. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ വികാരങ്ങൾ ഓർമ്മിക്കാനുണ്ടായിരുന്നു എനിക്ക്. അവ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്താണ്? സന്തോഷമാണോ ഉള്ളത്? അല്ല. കാരുണ്യമാണോ? അല്ല. സങ്കടമാണോ ഉള്ളത്? ഓക്കെ, അപ്പം 5 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ നമുക്ക് A മാർക്ക് കിട്ടും. ഇനി അടുത്തത് ഒരു ആസ്വാദന കുറിപ്പാണ്. അറിയാനുള്ളത്. കാറ്റിനോട് ഒരു കഥ കൂടി ചോദിച്ചറിയണമെന്നുണ്ട്. കടലിനൊപ്പം കരയണമെന്നും ആകാശത്തോട് ഒരു ആശ പറയണമെന്നും. ആ ജില്ലയിലെ അണ്ണാറക്കണ്ണനോട് ഒരു പുതിയ പഴത്തിൻ്റെ രുചി അറിയണം. സ്ഫടികപാത്രത്തിലെ പരൽമീനുകളോട് പുഴയുടെ സ്വപ്നം അറിയണം. ഒറ്റയ്ക്കിരിക്കാൻ നേരമില്ലാത്തതിനാൽ, നാട്ടുഭാഷ വിടരാത്തതിനാൽ ഓരോന്നിനും വഴി ഉപേക്ഷിച്ചു ഞാൻ പാഞ്ഞു പോകുന്നു. അഭിരാമി. സാധ്യമെന്ന എന്ന കവിതയിലെ വരികൾ നിങ്ങൾ ആസ്വദിച്ചാണല്ലോ. അറിയാനുള്ളത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ കവിതയുടെ ആശയം നമ്മൾ മനസ്സിലാക്കണം. ഈ കവിതയുടെ ആശയം എന്താണ്? കാറ്റിനോട് ഒരു കഥ കൂടി ചോദിച്ചറിയണമുണ്ട്. കാറ്റിനോട് കഥ പറയാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കാറ്റിനോട് കഥ പറയാൻ ആഗ്രഹമുണ്ട്. കടലിനൊപ്പം കരയണമെന്നും ആകാശത്തോട് ഒരാശ പറയണമെന്നും. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? കടലിനോടൊപ്പം കരയണം, അതേപോലെ ആകാശത്തിനോട് ഒരു ആഗ്രഹം പറയണം എന്നൊക്കെ എന്താണ് മനസ്സിലുണ്ട്. ആ ജില്ലയിലെ അണ്ണാറക്കണ്ണോട് പുതിയ പഴത്തിൻ്റെ രുചി അറിയണം. സ്ഫടികപാത്രത്തിലെ പരൽമീനുകളോട് പുഴയുടെ സ്വപ്നം അറിയണം. അപ്പോൾ അക്വേറിയത്തിൽ, അതായത് സ്ഫടികപാത്രത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആ അവരോട് പുഴയുടെ സ്വപ്നം അറിയണം. ഒറ്റയ്ക്കിരിക്കാൻ നേരമില്ല. അപ്പോൾ ഒറ്റയ്ക്കൊന്ന് എവിടെ ഇരുന്ന് ഇങ്ങനെ
ആകാശത്തോടും അതേപോലെ മീനുകളോടും സംസാരിക്കാനോ അല്ലെങ്കിൽ നാവിൽ നാട്ടുഭാഷ വിടരാത്തതിനാൽ ഓരോന്നും വഴി ഉപേക്ഷിച്ച് ഞാൻ പോകുന്നു. അപ്പോൾ ഒന്നിനും നേരമില്ല. പ്രകൃതിക്ക് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരമില്ല. നമ്മളിങ്ങനെ ജീവിതം എന്ന തിരക്കിൽ അങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആശയം. പിന്നെ ഇതിൻ്റെ രചനകൾ, നിങ്ങൾക്കിതിൽ ഏത് വരികളാണ് ഇഷ്ടപ്പെട്ടത് അതൊക്കെ നിങ്ങൾ എഴുതുക. പിന്നെ ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തി എഴുതണം. എന്താണ് ഇതിപ്പം എന്താ പറയുക, കാറ്റിനോട് കഥ പറയണമെന്നുണ്ട്, അതിൻ്റെ അപ്പുറം അതിനൊരു സാമൂഹിക പ്രസക്തി ഉണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒട്ടും നേരമില്ല, ജീവിത തിരക്കിനിടയിൽ നമുക്ക് ഒട്ടും നേരമില്ല, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് നേരെ പായുകയാണ്. അപ്പോൾ അതാണ്, അപ്പോൾ മനുഷ്യനിങ്ങനെ ഓടുകയാണ് എന്നാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു ആശയം. അപ്പോൾ നമുക്കിതൊന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാതൃക നമുക്ക് നോക്കാം. ജീവിക്കാനുള്ള വേവലാതിയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം മനുഷ്യൻ ആസ്വദിക്കാതെ പോകുന്നതിനെ കുറിച്ചുള്ള ദുഃഖമാണ് സാധ്യമെന്ത് എന്ന കവിതയെ അയ്യപ്പത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സാധ്യമെന്ത് എന്ന പാഠഭാഗത്തിൽ നമ്മളെന്താ കാണുന്നത്? ജീവിക്കാനുള്ള വേവലാതിയിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, പൂക്കൾ നിറഞ്ഞ ചെടികളും പുല്ലുപായി വിരിച്ച താഴ്വരകളും താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങളും മഴവിൽ ആകാശവും എല്ലാം നമുക്കായി കാഴ്ച വിരുന്നൊരുക്കി കാത്തിരുന്നിട്ടും നമ്മളൊന്നും കാണുന്നില്ല. പ്രകൃതി നമുക്ക് ഒരുപാട് സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനുള്ള വഴികളൊക്കെ പ്രകൃതി നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കെന്താണ്? നമുക്കിതൊന്നും ആസ്വദിക്കാൻ നേരമില്ല. ഇതേ ആശയമാണ് അറിയാനുള്ളത് എന്ന കവിതയും പങ്കുവയ്ക്കുന്നത്. കാറ്റിനോട് കഥ പറയാനും കടലിനൊപ്പം കരയാനും അണ്ണാറക്കണ്ണനോട് പുതിയ പഴത്തിൻ്റെ രുചി അറിയാനും സ്ഫടികപാത്രത്തിലെ പരൽ മീനുകളോട് പുഴയുടെ സ്വപ്നം അറിയാനുമൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ സമയമില്ലാത്തതിനാൽ എല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് പാനു പോവുകയാണ്. ജീവിത തിരക്കിനിടയിൽ നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളൊന്നും നാം അറിയുന്നില്ല. ജീവിത പ്രവാഹത്തിൽ പലതരം വേവലാതികളാൽ നാം ഓടുകയാണ്. ജീവിതം ആസ്വദിക്കാതെ മരണം വരെ സംഘർഷം നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന കാഴ്ചപ്പാടാണ് ഈ കവിതയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശയം ഇതാണ്, എന്താണ്? ജീവിതം ആസ്വദിക്കാതെ നമ്മൾക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവയെ ആസ്വദിക്കാണ്ട് നമ്മളിങ്ങനെ പാനു പോയിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് ഈ കവിതയുടെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഈ ഒരു കവിതയിൽ ഈ വരികളാണ് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ടൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ആകാശം എന്ന അർത്ഥം വരുന്ന പദം ഏത്? ആകാശം, വാനം, വാഹിനി, മുകിൽ. അപ്പോൾ നമുക്കറിയാം ആകാശം എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന പദം ഏതാണ്? വാനമാണ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3 ഒരു വിശകലന കുറിപ്പാണ്. എല്ലാ കിണറും വറ്റിയിരിക്കുന്നു, കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടലിൽ കയറ്റി വെച്ചിരിക്കുന്ന കടത്തുവള്ളത്തിൻ്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തലതിരുകിയിരിക്കുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദികരയിലെ വരണ്ട മണലിൻ്റെ മുനകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നു. ശാന്ത കടമനിട്ട. പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു, മനുഷ്യവംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. പുഴകൾ ദേവതകൾ. NP മുഹമ്മദ്. കടമനിട്ട അവതരിപ്പിക്കുന്ന പുഴയുടെ ദൈന്യതയും NP മുഹമ്മദിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു വിശകലന കുറിപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതി തന്നെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രണ്ട് കവിതകളും നമ്മോട് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊരു മാതൃക ഞാൻ നൽകിയിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ തൻ്റെ ജീവിതവുമായി അടർത്തിയെടുക്കാൻ ആവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന കല്ലായി പുഴയെ ഓർമ്മിക്കുകയാണ് തൻ്റെ ലേഖനത്തിലൂടെ എഴുത്തുകാരനായ NP മുഹമ്മദ്. പുഴ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു നാടിൻ്റെ സംസ്കാരമായ പുഴ മാറുന്ന കാഴ്ചയാണ് ഈ ലേഖനത്തിൽ NP മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കാറുള്ള കേരളം നദികളും തോടുകളും വയലുകളും മലകളും കൊണ്ട് മനോഹരവും സമ്പന്നവുമാണ്. ഈ രീതിയിൽ മനോഹരമായ നമ്മുടെ നാട്ടുകൾ, പുഴകൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളായി നശിച്ചു കൊണ്ടിരിക്കുകയാണ്. വറ്റി വരണ്ട കടവിൽ കടത്തുവെള്ളം കയറ്റി വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ അനിയന്ത്രിതമായ ഇടപെടൽ മുഴയുടെ നാശത്തിലേക്കാണ് ഒഴുകുന്നത്.
ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ഉണ്ട്. മര പ്ലസ് പലക മരപ്പലക. അപ്പോൾ വെള്ളപ്പരപ്പ് എന്തായിരിക്കും? വെള്ള പ്ലസ് പരപ്പ്. എന്താണ്? വെള്ള പ്ലസ് പരപ്പ്. ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട? ഇരട്ടിക്കേണ്ട. ഓക്കെ, വെള്ള പ്ലസ് പരപ്പ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത എന്താണ്? ഒരു ഉപന്യാസമാണല്ലേ. ഓക്കെ, ഉപന്യാസം. അപ്പോൾ നമുക്ക് നോക്കാം. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനു വേണ്ടിയുള്ള ആർഭാടവും ധൂർത്തും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞത് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹാഘോഷങ്ങളിൽ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടവും ധൂർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഹെഡിങ് എന്താണ്? ഇതാണ്, വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം. അത് നമ്മൾ ഹെഡിങ് ആയിട്ട് ആദ്യം എഴുതുക. എന്നിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ സമൂഹത്തിന് ഇതേപോലെയുള്ള അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക. ഇന്ന് ധൂർത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നു വിവാഹങ്ങൾ. വിവാഹ നടത്തിപ്പുകാരുടെ സാമ്പത്തികോന്നതിയും പത്രാസും പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ഷണക്കത്തിൽ തുടങ്ങുന്ന ധൂർത്തിൻ്റെ അതിപ്രസരം വിവാഹത്തിൻ്റെ തീയതിയും സ്ഥലവും ഓർമ്മപ്പെടുത്താനുള്ള ഉപാധി എന്നതിലുപരി വിലയേറിയ ആഡംബര വസ്തുവാണ് ഇന്നത്തെ ക്ഷണക്കത്തുകൾ. വരൻ്റെയും വധുവിൻ്റെയും വസ്ത്രം, പന്തൽ, ഭക്ഷണം, വിവാഹാനന്തര സൽക്കാരങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം കോടികളാണ് സമ്പന്നരുടെ വിവാഹങ്ങളിൽ. ഈ അത്യാർഭാടവും ധൂർത്തും സമ്പന്നൻ്റെ ഈ ധാരാളിത്തം സാധാരണക്കാരനും അനുകരിക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ കടത്തിൽ മുങ്ങിത്താണ് ജീവിതം തകരുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ ദുരന്തപൂർണമായ മറ്റൊരു വശം. അപ്പോൾ സമ്പന്നരെന്താണ്? വിവാഹ കത്ത് മുതൽ തുടങ്ങുകയാണ് അവരുടെ ആഡംബരങ്ങൾ. പിന്നെ ഡ്രസ്സ്, അതേപോലെ തന്നെ വിവാഹാനന്തര സൽക്കാരങ്ങൾ, പന്തൽ, ഭക്ഷണാദി തുടങ്ങിയവെല്ലാം കോടികളാണ് ധൂർത്തടിക്കുന്നത്. എന്നാൽ ഒന്നും ഇല്ലാത്ത ഈ ദരിദ്രരും പാവപ്പെട്ടവരും എന്താണ്? ഈ സമ്പന്നരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ കടത്തിൽ മുങ്ങിത്താണ് ജീവിതം തകരുകയും ചെയ്യുന്നത് ആണ്. എന്നിട്ട് എന്താണോ? കടത്തിൽ മുങ്ങിത്താഴുകയാണ് സാധാരണക്കാരൻ്റെ ജീവിതം. ദുരന്തപൂർണമായ മറ്റൊരു വശം വിവാഹ ധൂർത്ത് മൂലം കടക്കണിയിലാവുന്ന കുടുംബങ്ങളുടെ എണ്ണം പെരുകയും വലിയൊരു സാമൂഹിക വിപത്തായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ കടക്കണിയിൽ അകപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ വാർത്തകളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പോയിൻ്റായിട്ട് എഴുതാം. ജനപ്രതിനിധികളുടെയും സാമൂഹിക നേതാക്കളുടെയും കൂട്ടായ ചർച്ചകളിലൂടെ ഇതിനൊരു പ്രായോഗിക പരിഹാരം അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? വിവാഹാഘോഷങ്ങളിൽ അനാവശ്യ ആഡംബരം എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5 വർണ്ണന. സന്ധ്യയ്ക്ക് ആകാശത്ത് മേഘങ്ങൾ ചില ചിത്രങ്ങൾ വരയ്ക്കുന്നു. പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങണമെന്ന് മോഹിച്ചിട്ടും പറന്നു മതിയാകാതെ പിന്നെയും ചുറ്റിപ്പറ്റുന്നു. കളിച്ചു മതിയാകാത്ത കുട്ടികളെ പോലെ. ഇനി നിങ്ങൾ പോകൂ, ഇരുട്ടാകുന്നു എന്ന് കടൽ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ജനക്കൂട്ടം കടലിൽ തന്നെ തുടരുന്നു. സന്ധ്യാനേരത്തെ കടൽ തീരത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണിത്. ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു നാട്ടിട വഴിയിലൂടെ പ്രഭാത കാഴ്ചയെക്കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ വർണ്ണന തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ച അത് നമുക്ക് വായിക്കുമ്പോഴും വായിക്കുന്ന ആൾക്കും തോന്നണം ആ കാഴ്ചയുടെ സൗന്ദര്യം. അതുപോലെ ആയിരിക്കണം നമ്മൾ വർണ്ണന എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇത് വായിച്ചപ്പോൾ എന്താണ്? നമുക്കിങ്ങനെ കടൽ തീരത്ത് നമ്മളിങ്ങനെ കളിക്കുന്നു അല്ലേ, പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങണമെന്നോ. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സന്ധ്യാസമയത്തിലുള്ള ആകാശമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേപോലെ നമ്മളുടെ കാഴ്ചയുടെ വിശദാംശങ്ങൾ ഭാവനാംശം കലർത്തി അവതരിപ്പിക്കണം. അപ്പോൾ നമുക്കൊരു മോഡൽ നോക്കാം. ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇരുവശവും നിറയെ പൂത്തുലഞ്ഞ മരങ്ങളുള്ള ഒരു നാട്ടിട വഴിയുടെ പ്രഭാത കാഴ്ചയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. പാതയ്ക്ക് ഇരുവശവും കാട്ടുപൂക്കളും വള്ളികളും പടർന്നു നിൽക്കുന്നു. അവയ്ക്ക് അതിശയിപ്പിക്കുന്ന വർണ്ണങ്ങൾ. ഇലയ്ക്കും തണ്ടിനും പഴത്തിനും കായ്ക്കും ഏതോ വർണ്ണഭ്രാന്തൻ വാരി വിതറിയ നിറങ്ങൾ. ഉണങ്ങിയ പൂക്കളുടെ ധാരാളിത്തം, വേറെ ചക്രവങ്ങളുടെ ധാരാളിത്തം.
ഉണങ്ങിയ പൂക്കളുടെ ധാരാളിത്തം. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. വേറെ ചക്രവാളങ്ങളിലേക്ക് ആകാശം വളഞ്ഞു കുത്തി നിൽക്കുന്നു. പാതയ്ക്ക് താഴെ പുൽമൈതാനങ്ങളും മീഴ്ച്ചി പറമ്പുകളും ഗോതമ്പ് പാടങ്ങളും. എങ്ങും മേയ്ക്കുന്ന പശുക്കളും ചെമ്മരിയാടുകളും. അവയ്ക്കെല്ലാം മണി കെട്ടിയിട്ടുള്ളതിനാൽ കാറ്റിലൂടെ മൃദുല മണിനാദങ്ങൾ ഒഴുകി നടക്കുന്നു. തടിയ മുയലുകൾ വഴിക്കു വിലങ്ങനെ ചാടുന്നു. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഇതുമായി ചെറിയൊരു വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാഗം എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? അപ്പോൾ നമുക്കറിയാം അത് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? കാപ്പിരികളുടെ നാട്ടിൽ എന്ന കൃതിയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് 6 ആക്ടിവിറ്റീസാണ്. ഒന്ന് നമുക്ക് ഓപ്ഷനിലാണ്. സംഭാഷണം. പുഴ എന്ന പാഠത്തിൽ കല്ലായി പുഴയെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയപ്പോൾ നിങ്ങൾ കല്ലായി പുഴയോട് കിന്നാരം പറഞ്ഞു. പുഴ തിരിച്ചു. നിങ്ങൾ പല വിശേഷങ്ങളും കൈമാറി. നിങ്ങൾ തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം സങ്കല്പിച്ചെഴുതാം. അപ്പോൾ 5 സംഭാഷണങ്ങൾ എന്തെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതും? അപ്പോൾ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റ്സ് നമ്മൾ പിൻ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.